മധുര പലഹാരങ്ങൾ എന്നതൊരു വികാരം തന്നെയാണ്. കിട്ടുമ്പോൾ കഴിച്ചിരിക്കണം. പിന്നീട് കഴിച്ചില്ലല്ലോ, വണ്ണം കൂടിയല്ലോ എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ജീവിതം അത് മാക്സിമം ആഘോഷിക്കണം. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണം, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യണം. പിന്നീട് ജീവിതത്തിൽ ചെയ്യാമെന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ ആ പ്രായവും ആ സമയവും കഴിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അതും MTRൻ്റെ ഗുലാബ് ജാമുൻ മിക്സിൽ. 2 പാക്കറ്റ് ഗുലാബ് ജാമുൻ മിക്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാലിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ പാല് ചേർത്താൽ മതി, പെട്ടെന്നില്ലെങ്കിൽ ലൂസായി പോകും. ഇപ്പം ഇച്ചിരി പാല് നമ്മൾ അധികത്തിൽ ചേർത്ത് ലൂസായാലും പേടിക്കാനില്ല. കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ ആ മാവ് നമുക്ക് കട്ടിയാക്കി എടുക്കാം. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരില്ല. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാവുന്നതാണ്. മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അല്പം വെള്ളം കുറച്ചാണ് വെച്ചത്. അപ്പോൾ ആ ഉണ്ടയെല്ലാം ആ വെള്ളം ഒന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. അവസാനം പാനിയൊന്നും ഇല്ലാതെ ആയിപ്പോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോനെ വെള്ളം വയ്ക്കേണ്ടതാണ്. കുറച്ചധികം പഞ്ചസാരയും ഇട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി ഒന്ന് തിളച്ച് പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെക്കണം കേട്ടോ. ഒരു ഫ്ലേവറിനായി 4 ഏലക്ക തട്ടി ആ വെള്ളത്തിലേക്കിട്ട് ഒന്നുകൂടെ ചൂടാക്കി നല്ല പോലെ അങ്ങ് ചൂടാവണം, തിളയ്ക്കണം. തിളച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെക്കാവുന്നതാണ്. വെള്ളം ഇറക്കി വെക്കാവുന്നതാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് കൈ കൊണ്ടൊന്ന് ഉരുട്ടി ചെറിയ ചെറിയ ബോൾസ് ആക്കേണ്ടതാണ്. വലിയ ബോളായി പോയി കഴിഞ്ഞാൽ എണ്ണയിലിടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വികസിക്കും. പാനിയിലിടുമ്പോൾ കുറച്ച് വലുതായി വികസിച്ച് ഒരു ഭംഗിയും ഉണ്ടാവില്ല. മറ്റൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. കുറച്ചധികം എണ്ണ ഒഴിക്കുക. ഈ ബോൾസൊക്കെ ഒന്ന് ഇതായി ഫ്രൈ ആയി വരണ്ടേ, ഇല്ലെങ്കിൽ ഓരോന്നൊരായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു 5-6 ബോൾസ് എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിനോട് ഒട്ടുകയൊന്നുമില്ല, അത് വിട്ട് തന്നെ ഉണ്ടാവും. ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ പയ്യെ പയ്യെ തിരിച്ചിടേണ്ടതാണ്. ഞാൻ ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചുകൊണ്ട് മൊബൈൽ പിടിച്ചുകൊണ്ടാണ് ഈ കസർത്ത് നടത്താൻ പോയത്. അപ്പം ആ പാത്രം ഇരുന്ന് തെന്നി ആടിക്കളിക്കുന്നു. ഇത് ആസ്പത്രി പോകേണ്ട വഴിയാവുമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഞാൻ പെട്ടെന്ന് ആ മൊബൈൽ താത്തു വെച്ചു. എന്നിട്ടാണ് പിന്നെ ഇതെല്ലാം തിരിച്ചിട്ടത് കേട്ടോ. അതാ നിങ്ങളെ ഞാൻ കാണിക്കാഞ്ഞത്. നിങ്ങളും സൂക്ഷിച്ച് എണ്ണയിൽ പെരുമാറുക. നല്ല ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും കണ്ണാപ്പ എടുത്ത് ഇങ്ങനെ കോരാം. ഞാൻ എത്ര കോരിയിട്ടും ഇത് കയറുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അവനെ അടിച്ച് പിടിച്ച് ഇതിനകത്ത് തള്ളി കയറ്റിയത്. ഒരു സ്പൂൺ വെച്ച് കോരിയാക്കിയാണ് കയറ്റിയത്. എടുത്ത ഉടനെ തന്നെ ശർക്കര പാനിയിലേക്ക് ഇടാവുന്നതാണ്. നല്ല യമ്മിയായ ടേസ്റ്റിയായ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സ്മൂത്താന്ന് കണ്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.